വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി റെസിപ്പി കണ്ടാലോ? ബ്രോയിലർ ചിക്കൻ ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ കുക്കറിലാണ് റൈസ് ഉണ്ടാക്കുന്നത്. ഗീ റൈസ് പോലെയാണ് ഉണ്ടാക്കുന്നത്. കുക്കർ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ച് സ്പൈസസ് എല്ലാം ആഡ് ചെയ്ത് അതിലേക്ക് ചെറിയ കഷ്ണം ഉള്ളി ഒന്ന് കട്ട് ചെയ്തതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ കഴുകി കുതിർത്ത് വെച്ച അരിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അരിയുടെ ഡബിൾ വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നമുക്ക് അടച്ച് വെച്ച് കുക്കറായതുകൊണ്ട് തന്നെ ഒരു വിസിലിന് വെന്ത് കിട്ടും. ഇനി നമുക്ക് ചിക്കനിലേക്കുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം. നമ്മൾ ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ഇട്ട് അത് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ അതിലേക്ക് ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും കൂടെ ചതച്ച പേസ്റ്റും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി അതിലേക്ക് തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് കറിവേപ്പിലയും ഗരം മസാലയും ബിരിയാണി മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് അതിലേക്ക് തൈരും കൂടെ ആഡ് ചെയ്ത് ചിക്കനും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മല്ലിച്ചപ്പയും പുതിനയും കൂടെ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് അടച്ച് വെച്ച് വേവിക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട. ചിക്കൻ്റെ വെള്ളം ഇറങ്ങി തന്നെ വെന്ത് കിട്ടും. നമ്മുടെ റൈസ് അപ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചിക്കൻ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഈ റൈസ് അതിലേക്ക് ഇട്ട് അതിന് മേലെ മല്ലിച്ചപ്പ് പുതിന കട്ട് ചെയ്തതും ഇത്തിരി ഗരം മസാലയും കൂടെ തൂകി ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചാൽ നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.